ജനങ്ങളിൽ നിന്നും പരാതി സ്വീകരിക്കാനോ മണ്ഡലത്തിന്റെ വികസനങ്ങൾ കുറിച്ച് ചർച്ച ചെയ്യാനോ അല്ല ഈ പരിപാടി. കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിന് കൊടുക്കേണ്ടതായിട്ടുള്ള തുക കൊടുത്തില്ല. സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ ഞെക്കിപ്പിഴിയുന്നു. ഇതൊരു തുകിലുണർത്തുപാട്ട് പോലെ ഈ 140 നിയോജക മണ്ഡലങ്ങളിലും പറഞ്ഞിട്ട് എന്ത് പ്രയോജനമാണ്? ഈ 140 നിയോജക മണ്ഡലങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ പരിവാരവും സന്ദർശിക്കുന്നതിനെ നമുക്ക് വാനോളം പുകഴ്ത്താം. 140 നിയോജക മണ്ഡലങ്ങളിൽ നിന്നായി ഏറ്റവും ചുരുങ്ങിയത് പിരിച്ചെടുക്കാൻ പോകുന്നത് 1 കോടി രൂപയാണ് സഹകരണ സംഘങ്ങളിൽ നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും. ഈ 140 കോടി രൂപയിൽ 70 കോടി രൂപ തങ്ങളുടെ ആർഭാടത്തിന് വേണ്ടി ചെലവഴിക്കട്ടെ, തങ്ങളുടെ ബസ്സിന് വേണ്ടി ചെലവഴിക്കട്ടെ, തങ്ങളുടെ EWCക്ക് വേണ്ടി ചെലവഴിക്കട്ടെ, പാദസ്പർശമേറ്റ മണ്ണ് പരിപാവനമായി കാത്തു സൂക്ഷിക്കാൻ ചെലവഴിക്കട്ടെ. ബാക്കി 70 കോടി രൂപ കൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഞങ്ങൾ തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞാൽ ഇന്ന കാര്യം ചെയ്യുമെന്ന് പറയാൻ ഈ സർക്കാരിനായി കഴിഞ്ഞാൽ നമുക്കും ഈ സർക്കാരിനെ പ്രോത്സാഹിപ്പിക്കാം. നിങ്ങൾ വെറുതെ ഇരുന്ന് 7.5 വർഷം നിങ്ങൾ ഭരിച്ചിട്ട് ഒരു പ്രയോജനവുമില്ലാതെ നിങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ ഇത്തരത്തിലൊരു കാര്യമെങ്കിലും ചെയ്തോ? അതാണോ ഇവിടെ നടക്കുന്നത്? പൗരന്മാരെ 2 തരത്തിലാക്കിയ ഒരു പരിപാടിയാണ് ഈ നവകേരള സദസ്സ്. പൗരമുഖ്യർ എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം, പൗരമുഖ്യരല്ലാത്തവർക്ക് മറ്റൊരു വിഭാഗം എന്ന് പറഞ്ഞ് ജനങ്ങളെ 2 തട്ടിലാക്കി. ഈ പൗരമുഖ്യരുമായിട്ടുള്ള ചർച്ചയും അതുമാതിരിയുള്ള അവരോടുള്ള സംസാരവും മീറ്റിങ്ങും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെതായിട്ടൊരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്. അത് കണ്ടാൽ നമുക്ക് തോന്നും ഇവർ ഈ പ്രമുഖരുമായിട്ട് സംസാരിക്കാനുമല്ല, പാവപ്പെട്ടവൻ്റെ അവിടെ നിന്ന് പരാതി സ്വീകരിക്കാനുമല്ല, ഈ ഫുഡ് അടിക്കുക എന്ന് പറഞ്ഞ നാടൻ ഭാഷയിലുള്ളൊരു ട്രോളാണ് എനിക്കത് കാണുമ്പോൾ തോന്നുന്നത്. അവിടേക്ക് 10 സാധാരണക്കാരെ, ഈ 300-400 പൗരപ്രമുഖരും ഈ മന്ത്രിമാരും ഈ 16 കോഴ്സ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നിടത്തേക്ക് അവിടെ വന്ന് ക്യൂ നിൽക്കുന്ന പാവപ്പെട്ടവരായ 10 പേരെ കൊണ്ടുവന്ന് ഇവരുടെ കൂടെ ഇരുത്തി ഭക്ഷണം കൊടുക്കാനുള്ള സന്മനസ് കാണിക്കാൻ ഇവർക്ക് ധൈര്യമുണ്ടോ? ഇല്ല. 3,56,000 പരാതികൾ 3 ദിവസത്തിന് മുമ്പ് ഈ സർക്കാരിൻ്റെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ലഭിച്ചു എന്ന് പറയുന്നു. 14,500 പരാതികൾക്ക് മാത്രമാണ് ഭാഗികമായിട്ടെങ്കിലും നടപടിയെടുത്തിരിക്കുന്നത്. ഇപ്പോൾ കുറേ പരാതി എവിടെയോ ചവിറ്റുകൊട്ടയിൽ കിടക്കുന്നു കണ്ടു എന്ന് പറയുന്നു. എല്ലാവർക്കും ടിപ്പിക്കലായിട്ടുള്ളൊരു കാർഡ് വരുന്നുണ്ട് മറുപടി. ഈ മറുപടി വരലൊക്കെ എന്ന് തുടങ്ങിയിട്ടുള്ളതാണ്? 10-20 കൊല്ലം മുമ്പ് തന്നെ നമ്മൾ സെക്രട്ടേറിയറ്റിലേക്ക് ഒരു പരാതി അയച്ചാൽ അതിനവിടെ ഒരു ക്ലർക്ക്. ആ ക്ലർക്ക് പ്രിന്റഡ് കാർഡാണ്. അതിൽ 1-2 സ്ഥലത്ത് പൂരിപ്പിക്കുകയേ വേണ്ടൂ. താങ്കളുടെ പരാതി ഇവിടെ കിട്ടി ബോധിച്ചു, ഞങ്ങൾ പരിശോധിച്ചു വരുന്നു. അത്തരത്തിലുള്ളൊരു കാർഡ് ലഭിക്കാൻ വേണ്ടിയിട്ടാണോ ഈ 140, 250, 500 കോടി രൂപ ചെലവാക്കിയിട്ട് ഈ ഒരു പരാതി അല്ല ഈ ഇത്തരത്തിലൊരു നവകേരള സദസ്സ് എന്ന് പറഞ്ഞിട്ട് 25 കൊല്ലം കഴിഞ്ഞിട്ടുള്ള കേരളത്തിന്റെ ഭാവി നിശ്ചയിക്കപ്പെടാൻ പോകുന്നത്? ഈ അടുത്ത 2.5 വർഷം കൂടി ഈ സർക്കാർ ഭരിച്ച് ഒഴിഞ്ഞു പോകുമ്പോൾ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്തായി തീരുമെന്നറിയാൻ വളരെയധികം ഉത്കണ്ഠയോടെ നിൽക്കുന്ന ഒരു ജനത്തോടാണ് എന്ത് പറയുന്നത്. ഞങ്ങൾ 25 വർഷം കഴിഞ്ഞിട്ടുള്ള കേരളത്തിന്റെ നവോത്ഥാനത്തെക്കുറിച്ചിട്ട്, കേരളത്തിന്റെ പുരോഗതിയെക്കുറിച്ച് സംസാരിക്കാനാണ് ഈ പരിപാടി എന്ന് പറയുമ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും ഈ കഴിഞ്ഞ 7.5 വർഷത്തിനുള്ളിൽ ശരാശരി 7,000 കുട്ടികൾ ഒരു മാസം ഇവിടെ നിന്ന് വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നു. ഇവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പകുതിയിലധികം സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയതിന് ഉത്തരവാദി ആരാണെന്ന ചോദ്യത്തിന് ഒറ്റ മറുപടിയേ ഉള്ളൂ: ഈ സർക്കാരാണ് അതിന് ഉത്തരവാദി. ഇപ്പൊ എനിക്കിന്നൊരു വേറൊരു ചർച്ച ഉണ്ടായിരുന്നു. ആ ചർച്ചയിൽ ഒരു ഇടതുപക്ഷ സഹയാത്രികൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾ വിദേശത്ത് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രവാസ ജീവിതം ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. എന്ത് മുടന്ത ന്യായങ്ങളും നമുക്ക് നിരത്താം. പ്രവാസ ജീവിതം ഇഷ്ടപ്പെടുന്നു, വിദേശ രാജ്യങ്ങളിലെ ജീവിത രീതി ഇഷ്ടപ്പെടുന്നു. എന്തുകൊണ്ട് അവർ സ്വന്തം നാടിനെ വെറുത്ത് വിദേശത്തേക്ക് പോകുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് കേരളം ഭരിക്കുന്ന സർക്കാരാണ്. ഇവിടെ ഇൻഫോ പാർക്കുണ്ട്, ടെക്നോ പാർക്കുണ്ട്, സ്മാർട്ട് സിറ്റി ഉണ്ട്. ഇവിടെ ജോലി ചെയ്യുന്ന എഞ്ചിനീയറിംഗ് പാസ്സായി ജോലി ചെയ്യുന്ന സാധാരണക്കാരായ ഒരു കുട്ടി എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് മെറിറ്റിലല്ലാണ്ട് പുറത്തേക്ക് വരുമ്പോൾ ഒരു 3-4 ലക്ഷം രൂപ ചിലവാക്കിയിട്ടാണ് ആ കുട്ടിക്ക് കൃത്യമായൊരു ശമ്പളം IT കമ്പനികളിൽ നിന്നും ഉറപ്പിച്ച് വാങ്ങിക്കൊടുക്കാൻ ഈ സമരം ചെയ്ത് കേരളത്തിൻ്റെ വികസനം മുരടിപ്പിച്ച് ഇവരെ കൊണ്ട് ആകുന്നില്ല എന്ന് പറയുമ്പോൾ അനിൽ നമ്പ്യാർ, എന്താണ് ഇവിടെ നടക്കുന്നത്? കോടതി ഇങ്ങനെ ചോദിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അതുകൊണ്ട് കോടതി ഇനിയും ചോദിക്കാനിരിക്കുന്നേ ഉള്ളൂ. ഇനി ഒരു 6 ജില്ലകളും ഏകദേശം പകുതിയിലേറെ നിയോജക മണ്ഡലങ്ങളും താണ്ടുമ്പോൾ ഈ നമ്മൾ പറയില്ലേ സ്തുതിപാഠകരായ 20 മന്ത്രിമാരും ഈ മുഖ്യമന്ത്രിയെ സുഖിപ്പിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന കോപ്രായത്തരങ്ങൾ ഞാൻ അറിയുന്നില്ല എന്ന മട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ ഈ മൗനം അദ്ദേഹം വെടിയണം, തീർച്ചയായും വെടിയണം. ഞാനൊരു കമ്മ്യൂണിസ്റ്റാണ്, ഞാനൊരു സാധാരണക്കാരിലേക്ക് ഇറങ്ങി ചെല്ലേണ്ട കമ്മ്യൂണിസ്റ്റാണ് എന്ന ബോധം അദ്ദേഹത്തിനുണ്ടെങ്കിൽ അദ്ദേഹം പറയണം, ഈ ആർഭാടങ്ങൾ നിർത്തണം, നിങ്ങൾ ഈ പറയുന്ന ചീപ്പായ വാചകങ്ങൾ നിർത്തണം, എൻ്റെ പാദസ്പർശമേറ്റ മണ്ണ് നാളെ പവിത്രമായി പരിപാലിക്കേണ്ടതാണ് എന്നുള്ള ഇത്തരം വാചകങ്ങൾ നിർത്തണം. നമ്മൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾക്കല്ല എന്ന് പറയണം.